ഞങ്ങള് ചേച്ചി ശരിക്കും പറഞ്ഞു ഇപ്പോഴും ഒന്നും അറിയത്തില്ല. ഇപ്പോഴൊന്നും അറിയില്ല. അല്ലല്ല അറിയാം. വളരെ സത്യം. കൊച്ചു പിള്ളേരായിരുന്നു. ഞങ്ങള് പണ്ട് ഭയങ്കര നാണക്കാരായിരുന്നു. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അധികം സംസാരിക്കത്തില്ല. അപ്പൊ ടിവിയില് ഒരിത് കണ്ട്, അതായത് പിള്ളേരുടെ ഒരു പരിപാടി ഉണ്ട്, നമുക്ക് ഇങ്ങനെ എഴുതി കാണിക്കത്തില്ലേ. ചേച്ചി പറഞ്ഞു നമുക്ക് എറണാകുളത്തോട്ട് അവരുടെ ഓഡീഷൻ ഉണ്ട്. ലുലു എല്ലാവരും കാണാം. ഇതിന് വേണ്ടിട്ടല്ല, ചുമ്മാ ലുലു അവർക്കറിയാം. കിട്ടത്തില്ലെന്നറിയാം. ഭയങ്കര നാണം കുണികളായിരുന്നു ഞങ്ങള്. ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വന്ന് കൊറേ നേരം സംസാരിച്ചിട്ടാണ് ഇവരിങ്ങനെ സംസാരിച്ചത്. അങ്ങനെയാ, ഒരു കീയൊക്കെ തന്നാലേ നമുക്ക് സംസാരം വരുള്ളൂ. എന്നിട്ട് ഞങ്ങള് നേരെ അവിടെ പോയി ഇങ്ങനെ ഞങ്ങൾക്ക് എന്തുവാ സംഭവം എന്ന് പോലും അറിയത്തില്ല. ഞങ്ങള് കുറെ പേരുണ്ട്, കുറെ ഇരട്ടകളുണ്ടായിരുന്നു. ആകെ സെലക്ട് ചെയ്ത ഞങ്ങളെ. അപ്പൊ അവര് ഞങ്ങളെ വിളിച്ചേ. ഞങ്ങള് രണ്ടുപേരും കേറി. എന്നാ പേര്? എവിനിങ് കെവിനും. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് വഴക്കുണ്ടാക്കുകയും ചോദിച്ചു. ഞങ്ങളാന്ന് പറഞ്ഞ് നല്ല അടുത്ത ഇങ്ങനെ പേടിച്ചിരിക്കും. ഭയങ്കര മുട്ടിയായിരുന്നു. എങ്കിൽ പിന്നെ ഒരു ഉമ്മ കൊടുക്ക്, തമ്മി ഉമ്മ കൊടുത്തോന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് വെച്ച് അവരത് കണ്ടപ്പോ സെലക്ട് ചെയ്തു. ഓർമ്മിപ്പിക്കാൻ അറപ്പ് വരുന്നു. ഭയങ്കര അടുത്ത നാണമായിരുന്നു ഞങ്ങക്ക്. അപ്പന്റെ അമ്മയുടെ പുറകിന്ന് ചേച്ചിമാരാ കൊണ്ടുപോയത്. അപ്പനെ അമ്മേനെക്കാളും ചേച്ചിമാരായിരുന്നു കൂടുതലും ഞങ്ങളെ കൊണ്ടു നടന്നത്. അപ്പൊ ഞങ്ങൾ അവരുടെ പുറകിന്നേ മാറത്തില്ല. അവരുടെ നിഴല് പോലെയായിരുന്നു നടന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. അവര് ഗ്രൂമേഴ്സും ഞങ്ങളും ഡയറക്ടറും മാത്രം. എനിക്ക് ഇവനും ഉള്ളു, ഇവന് ഞാനും ഉള്ളു. ഞാൻ നിങ്ങൾ ഇങ്ങനെ പേടിച്ച് നിൽക്കുമായിരുന്നു. ഉണ്ടോ പേരെന്നെ ഒരുമിച്ചാ ഇവനെങ്കിൽ എപ്പോ പോലെ ഞങ്ങൾ പറഞ്ഞത്. വഴക്കുണ്ടാക്കോ? ആ വീട്ടിൽ ചിലപ്പോ ഉണ്ടാക്കും. എനിക്ക് ഒരു ഉമ്മ വെച്ചേ ആ ഒരു ഉമ്മയാണ് ഇവരുടെ ജീവിതത്തെ മാറ്റി മറിച്ചത് അല്ലേ? ആയിരിക്കാം. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇത്രയും സ്നേഹനിധികളായ രണ്ട് ബ്രദേഴ്സ് ആണോ നിങ്ങള്? അല്ല. ഏറ്റവും ഈ വഴക്കാളി ആരാണ്? ഏറ്റവും കൂടുതൽ ഇങ്ങനെ അലമ്പ് പൊട്ടിക്കുന്നത് ആരാ? അല്ല, ഇന്ന് രാവിലെയും കൂടെ കുസ്തി ഉണ്ടാക്കിയുള്ളൂ. ഒരു ദിവസവും ഇല്ല കുസ്തി ഉണ്ടാക്കാത്തത്. എല്ലാ ദിവസവും ഉണ്ട്. അതൊരു പിന്നെ ടൈം ടേബിൾ പോലെ. ചുമ്മാ തിങ്കൾ ചൊവ്വ അങ്ങനല്ല, ഇത് ചുമ്മാ ഒരു തമാശക്ക് കൂടും. പക്ഷെ അമ്മ കാണുമ്പോ അത് സീരിയസ് ആവും. അപ്പൊ ഞങ്ങള് ഇന്ന് രാവിലെ എന്തായിരുന്നു തല്ലുണ്ടായത്? ഫോൺ ഇച്ചിരി നീക്കാത്തതിന്. പഠിക്കുമ്പോ ഓൺലൈൻ ക്ലാസ് ഉണ്ട് ചിലത്. ഫോണിൽ ഇരുന്ന് കാണും. ഞാൻ പറയാടാ ഇച്ചിരി നീക്കുക. അല്ല വേണ്ട, എന്റെ സൈഡിലാ. ചെറിയ കാര്യത്തിന് ഒന്നെങ്കിൽ ഇങ്ങനെ തൊട്ട് അവസാനം ഭയങ്കര ഇടിയാവും. ഭയങ്കര ഇടിയാകുമ്പോ അമ്മ വരും. അമ്മ വന്നു കഴിയുമ്പോ ഞങ്ങള് ഭയങ്കര കൂട്ടാ. കാര്യം അമ്മ ആരാന്നും ചെയ്തെന്ന് അറിയത്തില്ല. വലിയ ചൂലിൽ വെച്ചടിക്കും. ഒരേപോലെ അടി കൊടുക്കാൻ വിചാരിക്കും അല്ലേ? ഓക്കെ. പക്ഷെ ആക്ച്വലി മൂത്തത് നമ്മുടെ കെവിൻ ആണ്. പക്ഷെ അതിന്റെ വല്ല റെസ്പെക്റ്റും തരുന്നുണ്ടോ അനിയൻ? അല്ല, ഞാൻ കൊടുക്കായിരുന്നു. ചേട്ടാ അവനത് ഇഷ്ടമില്ല. ചേട്ടാ വിളിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ പാവ കാണുമ്പോ ഏറ്റവും പാവ നമ്മുടെ കെവിനാണ്. നീ ക്രൂരനാണ്. ഈ വീട്ടിലെ ഏറ്റവും വലിയ ചൊറിയനെ ഇവൻ തന്നെ.